വെൽക്കം ബാക്ക് ടു കൊച്ചിക്കാരൻസ് വ്ലോഗ്. ഇറ്റ്സ് വിനീത് ഫ്രാൻസിസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈഫിൻ്റെ ഫോൺ ഐഫോൺ ലോക്കായി പോയി. മറ്റേ ഇതിൽ ആപ്പിളിൻ്റെ ലോഗോ വന്നിട്ട് അതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ട്രഫോർഡ് സെൻറ്റർ, മാഞ്ചസ്റ്ററിൽ ട്രഫോർഡ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആപ്പിൾ സ്റ്റോറിലോട്ട് പോകാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഇനി ആപ്പിൾ സ്റ്റോറിൽ ചെന്നിട്ട്. ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ താരം ദിവ്യയുടെ ഐഫോൺ 11 Pro Max. ഇത് ഐഫോൺ ലോഗോ ഇങ്ങനെ വന്നിട്ട് പിന്നെ സ്റ്റക്കായി നിൽക്കണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വേറെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നോക്കി സോഫ്റ്റ്വെയർ, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മാഞ്ചസ്റ്ററിലെത്തി. ട്രഫോർഡ് സെൻറ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഈ കാണുന്നതാണ് ട്രഫോർഡ് സെൻറ്റർ. അതൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്താണ് ആപ്പിൾ സ്റ്റോർ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഈ ഫോൺ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 ദിവസമായി. ആക്ച്വലി എന്നോട് പറഞ്ഞായിരുന്നു ഈ സംഭവം ഇങ്ങനെ ഡെഡായി പോയി, അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത് ഒന്ന് നോക്കാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനത് എടുത്ത് ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ടു റീസ്റ്റാർട്ട് ചെയ്യാനോ അതോ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി. ഞാൻ രണ്ടാമത് ഐട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി, പക്ഷേ അതും വിജയിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആപ്പിൾ കെയറിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഇവിടെ കൊണ്ടുവരണം, ഇതാണ് അടുത്ത ഷോറൂം ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം മൊത്തം ഇവിടെ നടന്ന് കാണാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് അതിനുള്ള ടൈമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ലേറ്റായി. അപ്പം എന്താണെങ്കിലും നേരെ നമുക്ക് ആപ്പിൾ സ്റ്റോറിലോട്ട് തന്നെ പോകാം. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കുറച്ച് ട്രഫോർഡ് സെൻറ്ററിലെ കാഴ്ചകൾ കാണാം. ഓക്കെ, പണ്ട് ഈ ട്രഫോർഡ് സെൻറ്റർ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വെറും തരിശ് ഭൂമിയായിരുന്നു. അത് ഒരു ഷിപ്പിംഗ് കമ്പനി ആയിരുന്നു അത് ഓൺ ചെയ്യേണ്ടിരുന്നത്. അവരുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇതുപോലെ ഒരു മാർക്കറ്റ് സ്ഥാപനം തുടങ്ങണം എന്നുള്ളത്, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങണം എന്നുള്ളത്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മോട്ടോർ വേ ഉണ്ട്. അതായത് നാട്ടിലത്തെ NH പോലെ വലിയൊരു മോട്ടോർ വേ, ഏകദേശം 100 കിലോമീറ്റർ പെർ അവറിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം അത് അവരുടെ ഒരു കൺസേൺ ആയിരുന്നു. പിന്നെ തൊട്ടടുത്ത് ഒത്തിരി വീടുകളും പിന്നെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെ ഒരു പബ്ലിക് ലൈഫിന് ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർ ഭയങ്കര കൺസേൺ ആയതുകൊണ്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി അവരിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. ഏകദേശം 12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 1986 അവർ പദ്ധതി ഇട്ടെങ്കിലും 2008 ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് UK തന്നെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്ത ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. സമയം മാത്രമല്ല കേട്ടോ, പൈസയുടെ കാര്യത്തിലും നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അവർക്ക് ഏകദേശം 600 മില്യൺ, അതായത് 1.6 ബില്യൺ പൗണ്ട്സ് മുടക്കി ആണ് അവർ ഇത് ചെയ്യുന്നത്. പക്ഷെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രാജകൊട്ടാരം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജകൊട്ടാരത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളുമാണ്. അതായത് ഓർണമെൻറ്റ്സ്, ഇൻസൈഡ്, ഇൻറ്റീരിയർ എല്ലാം പൊളിയാണ്. നമ്മുടെ അപ്പോയിൻമെൻറ്റ് 1 o'clock ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഹാഫ് ആൻ അവർ ലേറ്റാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം അവരെന്താ പറയണമെന്ന്. ഇന്ന് മിക്കവാറും നമ്മൾ പോസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് അവന്മാർ ചിലപ്പോൾ നമ്മുടെ പുറകിലുള്ള ടീമിനെ വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും നോക്കാൻ പോയി. അപ്പുറത്തെ സൈഡിലാണ് ഈ കാണുന്നതാണ് സംഭവം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഈ പുള്ളിക്കാരൻ ആ തെർമോമീറ്റർ അടിച്ച് പൊട്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നെ അവർ ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റും. നമ്മളകത്ത് കയറിയിട്ടാണ് വെയിറ്റിംഗ് ആണേ. So how long to take normally? About 15 minutes. Right, okay. Or less. Thank you. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ ടെക്നീഷ്യൻ. അപ്പോൾ അളിയൻ അത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. എന്താണ് സംഭവിക്കണം നോക്കാം.
Hello guys, so this is the Apple technician and he's sorting our phone now, and you can see it won't be long, so we're just waiting. Thank you. Have a nice day. ഇതാണ് ആപ്പിൾ സ്റ്റോറിൻ്റെ ഇൻസൈഡ്. ആപ്പിൾ ടെക്നീഷ്യനോട് നമ്മൾ ചോദിച്ച് പ്രത്യേക സാങ്ഷൻ വാങ്ങിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. കാരണം നോർമലി നമ്മളിവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്നാണ് അവരുടെ പോളിസി. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ സാങ്ഷൻ തന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറ്റി. Yep. Alright, so your phone is locked to your wife's Apple ID. So what you'll need to do is get her to sign in and you should do it with your mobile, okay? Right, okay. Excellent. Have a lovely day. Take care of yourself now. Thank Bye-bye. you very much. ഓക്കെ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പോയാലോ. അങ്ങനെ നമ്മൾ ഫോൺ ശരിയാക്കി. പക്ഷെ ഇപ്പോൾ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Have a nice day.